പിതാവുമായി, എൻ്റെ പിതാവായ ദൈവവുമായിട്ട് ഒരു വലിയ ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. മറ്റെല്ലാ കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ, അതൊക്കെ തന്നെ പിന്നാലെ വന്നോളൂ. അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വിടുതൽ കിട്ടും, രോഗസൗഖ്യം കിട്ടും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും, എല്ലാം ഓക്കെയാണ്. പക്ഷെ ദൈവവുമായിട്ട് എൻ്റെ മാതാപിതാക്കളെക്കാളും കൂടുതൽ, എൻ്റെ മക്കളെക്കാളും കൂടുതൽ, എൻ്റെ അയൽവാസികളെക്കാളും കൂടുതൽ, എൻ്റെ ഭർത്താവിനെയും ഭാര്യയെക്കാളും കൂടുതൽ ഞാൻ ദൈവവുമായിട്ട് ഒരു വലിയ ബന്ധം കർത്താവെ ഞാൻ സ്ഥാപിക്കാൻ തയ്യാറായിട്ടുള്ളവർ മാത്രം ഒന്ന് കൈവരിച്ചു. ഉറപ്പാണോ? ഇത് മാറ്റമില്ലല്ലോ. ഉറപ്പല്ലേ? നിങ്ങളും ദൈവവുമായിട്ടാണ് ബന്ധം, മനുഷ്യരുമായിട്ടുമല്ല. ഓക്കെ, അത് നിങ്ങൾ കണ്ണടച്ച് ഒരു നിമിഷം കർത്താവിനോട് സംസാരിക്കും, പരിശുദ്ധാത്മാവോട് സംസാരിക്കുക. പരിശുദ്ധാത്മാവേ, അന്നും ഞാനുമായിട്ടുള്ള വലിയ ബന്ധം യേശുവിലൂടെ. യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ രക്ഷകൻ, യേശുവാണ് എൻ്റെ നാഥൻ. ഹല്ലേലൂയ. അപ്പോൾ ആരാണ് നിങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നത്? സംശയം എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ഉറക്കെ പറഞ്ഞ പേര്. ഞാൻ കേട്ടില്ല. ഒന്ന് ഉറക്കെ പറ. ഒന്നും കൂടെ ഉറക്കെ പറ. ഒന്നും കൂടെ. ഹല്ലേലൂയ. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ മറ്റാർക്കും പിതാവിന്റെ അടുത്ത് എത്താൻ. ഉറപ്പാണോ? എന്നിലൂടെ അല്ലാതെ വേറെ ആരുമില്ല. ആരിലൂടെ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അതാണ് ശരി, ഇതാണ് ശരി, ഇതിന്റെ അവസാനം എല്ലാം ഒരു ശരി എന്ന് പറയുന്നില്ല. ക്രിസ്തുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് സ്വർഗ്ഗരാജ്യം. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം. കാരണം യേശു ക്രിസ്തു മാത്രമാണ് നിനക്ക് വേണ്ടി പാപ പരിഹാരമായി കാൽവരി കുന്നിൽ ബലിയാടായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ സ്വർഗത്തിലെത്തിയപ്പോൾ നമുക്കൊരു വാഗ്ദാനം തന്നു. ആ വാഗ്ദാനത്തിന്റെ പേരെന്താണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വരും. അവൻ നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കും. ണയിലാണോ സത്യത്തിലാണോ നയിക്കുന്നത്? സത്യത്തിലാണ് നയിക്കുന്നത്. അവന്റെ ഹൃദയത്തിൽ വഞ്ചനയുണ്ടോ? കാപട്യമുണ്ടോ? കളങ്കമുണ്ടോ? ഒന്നുമില്ല. അവൻ സത്യ ദൈവമാണ്, സത്യത്തിന്റെ ആത്മാവാണ്. ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ക്വാളിഫിക്കേഷൻ കിടക്കണം. ആരാണ് നിന്റെ ഹൃദയത്തിലുള്ളതെന്ന് നീ പരിശോധിക്കണം. ആരാണ് നിന്റെ ഹൃദയത്തിൽ ഉള്ളതെന്ന് നീ വ്യക്തമായിട്ട് പരിശോധിക്കണം. ആരാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്? ആരാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്? ആരാണ് നിങ്ങളുടെ രക്ഷകൻ? ആരാണ് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്? അപ്പൊ ആരാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്? യേശു ക്രിസ്തുവാണ്. എന്നാൽ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആ ഭൗതികപരമായിട്ടുള്ള ശരീരത്തോടു കൂടിയാണോ ഹൃദയത്തിൽ ഇരിക്കുന്നത്? അല്ല, ആത്മാവിലാണ് ഇരിക്കുന്നത്. ആ ആത്മാവിന്റെ പേരെന്താണ്? പരിശുദ്ധാത്മാവ്. അപ്പൊ ഹൃദയത്തിൽ ആരാണ് വാഴുന്നത്? പരിശുദ്ധാത്മാവ്. അത് യേശുവാണ്, പിതാവായ ദൈവമാണ്. അല്ലേ? ആണോ? അപ്പോൾ ആ യേശുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി നിങ്ങൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? നിങ്ങൾക്ക് രക്ഷ കിട്ടുള്ളൂ. എന്താണ് രക്ഷ? എല്ലാവരും പറഞ്ഞ രക്ഷ. നീയാണ് എന്റെ രക്ഷകൻ, നീയാണ് എന്റെ ഏക രക്ഷകൻ. നിന്റെ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ കൂടുതൽ അറിയുവാൻ എന്റെ ആത്മീയ നേത്രങ്ങളെ തുറക്കണമേ. എന്റെ ആത്മീയ നേത്രങ്ങളെ തുറക്കണമേ.
തുറക്കണമേ. പരിശുദ്ധാത്മാവേ, എന്റെ ഹൃദയത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം. എന്നെ നയിക്കുവാൻ, സത്യത്തിൽ നയിക്കുവാൻ, വരുന്ന കാര്യങ്ങൾ കാണിച്ചു തരുവാൻ, നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരുവാൻ, കഴിഞ്ഞ കാലം കാണിച്ചു തരുവാൻ പരിശുദ്ധാത്മാവേ, എന്റെ ഹൃദയത്തെ, എന്റെ ആത്മാവിനെ, എന്റെ മനസ്സിനെ, എന്റെ ശരീരത്തെ ഒരുക്കുമാറാകണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങുമായി ഒരു സഹവാസം ചെയ്യുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. മാൻപേടം നീർച്ചാല് കാണുന്നത് പോലെ ആ നീർച്ചാലിലേക്ക് ഓടുന്ന പരവശത്തോടെ ഞാനിതാ അങ്ങയെ തേടി വരുന്നു, അങ്ങയെ ദാഹിക്കുന്നു, അങ്ങേക്ക് വേണ്ടി വിശക്കുന്നു. അങ്ങല്ലാതെ വേറെ ആരും എന്നെ നയിക്കുവാനില്ല. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യം എന്നിലേക്ക് ഇറക്കണമേ. അങ്ങയുടെ സാന്നിധ്യം എന്നെ സ്പർശിക്കണമേ. അങ്ങയുടെ കരങ്ങൾ എന്നെ നിറയണമേ. അങ്ങയുടെ സാന്നിധ്യം എന്നിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്റെ ഏറ്റവും നല്ല പരിശുദ്ധാത്മാവേ, ഏറ്റവും അടുത്ത സുഹൃത്തേ, എന്നെ സഹായിക്കുന്നവനെ, ഞാൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ. യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. ഞാൻ എന്റെ പാപം ഏറ്റുപറച്ചിലൂടെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. യേശുവേ, നിർമ്മലമായ ഹൃദയം എനിക്ക് തരണമേ. ഒരു ഹൃദയം എനിക്ക് തരണമേ. തക്ക രീതിയിലുള്ള നല്ലൊരു ഹൃദയം എന്നിൽ കെട്ടിപ്പടുക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ എന്നെ കാണിച്ചു തരുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, നുണ പറയുക. നുണ പറയുന്നത് ഏറ്റവും വലിയൊരു പാവം. നുണ പറയുന്നവരാരും സ്വർഗത്തിൽ കയറിയാലെന്ന് ബൈബിൾ പറയും. നമ്മൾ എത്ര പ്രാവശ്യം നുണ പറയുന്നുണ്ട് ഒരു ദിവസം? പറഞ്ഞോളൂ, എത്ര പ്രാവശ്യങ്ങളാ പറയുന്നത്? നിങ്ങൾ ആലോചിക്കാം. ഇപ്പോൾ സത്യത്തിന്റെ ആത്മാവ് നിങ്ങളെ സത്യത്തിൽ നയിക്കും. ആരെ നയിക്കും? നിങ്ങളെ സത്യത്തിൽ നയിക്കും. Praise the Lord. എന്നെ സത്യത്തിൽ നയിക്കും. ആരെ നയിക്കും? സത്യത്തിൽ നയിക്കും. അപ്പൊ നോണയുടെ ആത്മാവ് എന്നിലുണ്ടാവോ? പോഷ്കിന്റെ ആത്മാവിനെയാണോ നമ്മൾ സ്വീകരിച്ചത്? പോഷ്കിന്റെ ആത്മാവിനെയാണോ നമ്മൾ സ്വീകരിച്ചത്? അല്ല. ഏത് ആത്മാവിനെ സ്വീകരിച്ചേ? എല്ലാവരും Praise the Lord. മറിച്ച് ആരെയാണ് ലഭിച്ചത്? സത്യത്തിന്റെ ആത്മാവ്. ശ്രദ്ധിച്ചോളൂ, സത്യത്തിന്റെ ആത്മാവ് ബൈബിളിലുള്ള കാര്യങ്ങളെ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. ബൈബിളിൽ ഇല്ലാത്ത കാര്യം നിങ്ങളെ പഠിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് ആൾക്കാർ പറഞ്ഞു തരുന്നൊക്കെ, പക്ഷെ പഠിപ്പിക്കുന്നതും പറഞ്ഞു തരുന്നതും. ന്യൂസ് പേപ്പർ ആരെങ്കിലും പഠിക്കാറുണ്ടോ? മലയാള മനോരമ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ മാതൃഭൂമി ആരെങ്കിലും പഠിക്കാറുണ്ടോ? ഇല്ല. പിന്നെ അവരെന്ത് ചെയ്യും? വായിക്കും. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ബൈബിള് നിങ്ങൾ എന്താണ് ആലോചിക്കണം. കർത്താവിന്റെ വചനം പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. പറയാം, അപ്പം കൊടുക്കുന്നത് എന്തിനാണ്? ഭൗതിക ശരീരത്തിനുള്ള ആഹാരമാണ്. ചോറ്, കഞ്ഞി, പൊറോട്ട, പിന്നെ ചപ്പാത്തിയൊക്കെ.
മനസ്സിലായോ? പക്ഷെ ആത്മാവിന്റെ ജീവൻ കൊടുക്കണമെങ്കിൽ, ആത്മാവ് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം വേണം. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിൽ നിന്ന് നിങ്ങളെ പറിച്ചു കളയാൻ പറ്റില്ല. അതാണ് വിശ്വാസം. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നാൽ എന്താണ്? എന്താണ് വിശ്വാസം? മാത്രം നമ്മൾ പറഞ്ഞു പോവുകയല്ല വേണ്ടത്. അത് മാത്രം നമ്മൾ പറഞ്ഞു പോവാണോ വേണ്ടത്? അല്ല. എന്താ ചെയ്യേണ്ടത്? Thank you, my Holy Spirit of God. Thank you, my Jesus. Hallelujah. Yeah. See, വിശ്വാസം എന്ന് പറഞ്ഞത് ഒരു 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 ഫൈറ്റിംഗ് മെന്റാലിറ്റിയാണ്. എന്താണ്? ഒരു ഫൈറ്റിംഗ് മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിന്റെ ഒരു മനോഭാവം വേണം. ഓക്കെ, രണ്ട് ടീം തമ്മിൽ യുദ്ധമാണ്. നിയമ വിശ്വാസവും നിനക്കെതിരെ ബാധിക്കുന്ന അവിശ്വാസവും. മനസ്സിലായോ? അവിശ്വാസം പറയും നീ സൗഖ്യമാവില്ല, പക്ഷെ നീ പറയും സൗഖ്യമായി. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രോഗമുണ്ടാകാം, വേദനയുണ്ടാകാം, ബുദ്ധിമുട്ടുണ്ടാകാം, പ്രയാസമുണ്ടാകാം, ദാരിദ്ര്യമുണ്ടാകാം, എല്ലാം ഉണ്ടാകാം. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു നീ സമ്പന്നനാണ്. പക്ഷെ പിശാച് പറയുന്നു നീ സമ്പന്നനല്ലെന്ന്. അവിടെ നീ ആരോട് അനുകൂലിച്ച് യുദ്ധം ചെയ്യും? അപ്പൊ നീ എന്ത് പറയും? ഞാൻ സമ്പന്നനാണ്, ക്രിസ്തുവിൽ ഞാൻ സമ്പന്നൻ. അപ്പൊ അവൻ പറയുന്ന നെഗറ്റീവിന്റെ 100 മേനി അധികമായിട്ട് നമ്മൾ വിശ്വാസത്തിൽ സംസാരിക്കണം. സാധ്യമല്ല എന്ന് പറഞ്ഞതിനെ സാധ്യമാണെന്ന് കൽപ്പിക്കണം. ഹല്ലേലൂയ. നിന്നെ തളർത്തിയിട്ടു നീ രക്ഷപ്പെടില്ല, നീ ജയിക്കില്ല, പാസ്സാവില്ല, അല്ലെങ്കിൽ നിനക്ക് ഉയർച്ച ഉണ്ടാകില്ലെന്ന് പറഞ്ഞിടത്ത് നീ പറയണം യെസ്, എന്റെ ദൈവം തമ്പുരാൻ എന്നെ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു, ദൈവം എന്നെ ഉയർത്തിയിരിക്കുന്നു, ദൈവം എന്നെ മാനിച്ചിരിക്കുന്നു, ദൈവം എന്നെ കരകയറ്റിയിരിക്കുന്നു. വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ആൾക്കാരുടെ മയിൽ കുറ്റിവലിരിക്കുന്നത് കയ്യൊന്നുമില്ലേ, കാലൊന്നുമില്ലേ, ചലിപ്പിക്കാനും. നിങ്ങളിലുള്ള വിശ്വാസം ഞാൻ നിങ്ങളെ ഊതി കത്തിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കരുത്. നിങ്ങൾ കാത്തിപ്പടരുത്. ഹല്ലേലൂയ എന്നോട് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. പരാജയമെന്ന് നിന്നെ വിധിച്ച സമയത്ത് ദൈവം തമ്പുരാന്റെ ആത്മാവ് പറയാ, മോനെ നിന്നെ പരാജയപ്പെടുത്തി ഈ ലോകത്തിന്റെ മുമ്പിൽ നിന്നെ ഞാൻ മാനിക്കാൻ പോവുകയാണ്, നിന്നെ ഞാൻ ഉയർത്താൻ പോവുകയാണ്, നിന്നെ ഞാൻ കരുതാൻ പോവുകയാണ്, നിന്നെ സൗഖ്യമാക്കി. ആ ഒരു വിശ്വാസമാണ് നിനക്ക് വേണ്ടത്. ആ ഒരു വിശ്വാസത്തിന്റെ പിന്നാലെ ഭയങ്കര കാര്യമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്തു പറഞ്ഞാലും ആ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്ന് ഞാൻ ജയാളിയാണ്. ഹല്ലേലൂയ. ആ ഒരു മനോഭാവത്തെ, ആ ഒരു വിശ്വാസത്തെയാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ ഉപേക്ഷിക്കില്ല, അവൻ എന്റെ കൂടെയുണ്ട്. ഞാൻ വടക്കോട്ട് പോയാൽ അവൻ എന്റെ കൂടെ വരും, ഞാൻ തെക്കോട്ട് പോയാൽ അവൻ കൂടെ വരും, കിഴക്കോട്ട് പോയാൽ അവൻ എന്റെ കൂടെ വരും, പടിഞ്ഞാറ് പോയാലും അവൻ എന്റെ കൂടെ നിലനിൽക്കും. അവനാണ് സത്യത്തിന്റെ ആത്മാവ്, അവന്റെ പേര് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിക്കുന്നവനായ ദൈവം, ജീവിക്കുന്നവനായ ദൈവം നിനക്കും എനിക്കും ഒരുപോലെയാണ് വിധി. ആർക്കും അവൻ പാർഷ്യാലിറ്റി നൽകുന്നില്ല. അവൻ ആരെയും എന്താ പറഞ്ഞ ഒരാൾക്ക് മുൻഗണന, ഒരാൾക്ക് പിൻഗണന, അങ്ങനെ എല്ലാവരെയും തുല്യമായി നോക്കുന്നവനാണ് ദൈവം. പക്ഷേ ആരുടെ വിശ്വാസം ഇവിടെ കൂടുതൽ പ്രവർത്തിക്കുന്നു അവന് മുന്നോട്ട് കുതിച്ചു പോകാം. ഹല്ലേലൂയ. നീ ഒരു ഓട്ടക്കാരനാണ്, നീ വെറുതെ ഇരിക്കുന്നവരല്ല, നീ മടിച്ചു പിടിച്ചിരിക്കുന്നവനല്ല കർത്താവിന് വേണ്ടത്. കർത്താവിന് വേണ്ടത് ഉശിരോടെ എന്റെ യേശുവിന്റെ വചനം
എന്റെ ആത്മാവിനെ വസിപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള ചില വ്യക്തി ജീവിതങ്ങളെ ഇന്ന് രാത്രിയിൽ ദൈവം തമ്പുരാൻ ഇതിൽ നിന്നും തെരഞ്ഞെടുക്കുകയാണ്. കാലത്തെ കുറിച്ച് ദുഃഖിക്കുകയല്ല മക്കളെ നിങ്ങൾ വേണ്ടത്. കഴിഞ്ഞു പോയത് കഴിഞ്ഞു, ഇന്നലെ വരെയുള്ള കഴിഞ്ഞു. ഇന്ന് ഈ നിമിഷം മുതൽ മുൻപോട്ട് ഞാൻ എങ്ങനെ ഓടും, മുൻപോട്ട് ഞാൻ എങ്ങനെ പോകും? പരാജയം എന്റെ ജീവിതത്തില്ല, വിജയം മാത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പരാജയപ്പെട്ടിരുന്നു, എന്നാൽ ഊഹാധ്യാനം കൂടിയതിനു ശേഷം ഇനി ഞാൻ പരാജയപ്പെടില്ല എന്ന് ഉറക്കെ വിശ്വസിക്കുന്നവര് കരങ്ങൾ അടിച്ചു കർത്താവിനെ സ്തുതിക്കും. ഇവിടെ എല്ലാവരും പ്രശ്നം എന്ന് വെച്ചാൽ പ്രോബ്ലംസിനെയാണ് അവർ നോക്കുന്നത്. പ്രോബ്ലംസിനെ ഇല്ലാതാക്കുന്ന ദൈവത്തെ അവർ നോക്കുന്നില്ല. എല്ലാവരും പ്രോബ്ലംസ്, എനിക്ക് ആ പ്രോബ്ലമാണ്, എനിക്ക് ഈ പ്രോബ്ലമാണ്, എന്റെ കുഞ്ഞ് അതാണ്, എന്റെ കുഞ്ഞിന് ഇതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. നോ, മലയെ എന്റെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന എനിക്ക് തടസ്സമായി നിൽക്കുന്ന മലയെ അല്ല ഞാൻ നോക്കേണ്ടത്, അതുക്കും മേലായ ദൈവത്തെ നോക്കാം. അവനാണ് യേശു ക്രിസ്തുവിനെ മാനിക്കുന്നത്, അവന്റെ വിശ്വാസം കാത്തു പരിപാലിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. നീ വിശ്വാസത്തിന്റെ യുദ്ധം ചെയ്യണം. അടുത്തിരിക്കുന്ന വിശ്വാസത്തിന്റെ യുദ്ധം മാനിക്കുക. ഇന്നലെ വരെ എന്റെ പിള്ളേർക്ക് രോഗമായിരുന്നു, എന്നാൽ ഇന്നു മുതൽ ആ രോഗം മാറി കർത്താവിനെ മാനിക്കാൻ പോകുന്നു. ആ യേശുവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ യേശുവിനെയാണ്. അവന്റെ വചനത്തിൽ നീ മുറുകെ പിടിച്ചാൽ അവൻ നിന്നെ ഉപേക്ഷിക്കില്ല, നീ ഉപേക്ഷിച്ചാലും. ഹല്ലേലൂയ. ആ യേശുവിനെ നിനക്ക് ആരാധിക്കാൻ ധൈര്യമുണ്ടോ? ആ യേശുവിനെ നിനക്ക് ആരാധിക്കാൻ ധൈര്യമുണ്ടോ? ആ യേശുവിനെ നിനക്ക് പാടിപ്പോയിരുത്താൻ ധൈര്യമുണ്ടോ? ഹല്ലേലൂയ. ഒരു നാളും എന്നെ ഉപേക്ഷിക്കില്ല, ഒരു നാളും എന്നെ കൈവിടിയില്ല. അവന്റെ പേരാണ് സകല നാമത്തിനേക്കാളും മേലായ പേര്, യേശു ക്രിസ്തു. See, the Bible പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, fight the good fight. Glory to God. Hallelujah. ഇതാ കാണിച്ചത്. Fight the good fight. Good fight. Hallelujah. Praise the Lord. Praise the Lord. See, 1 തിമോത്തി 4:7 എന്ന് വായിച്ചു. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. ഈ ശക്തമായ വിശ്വാസത്തിലേക്ക് നിങ്ങൾ വാ. ഈ വിശ്വാസത്തിലേക്ക് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. യെസ്, എന്നെ കൈവിടത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല, ആ ദൈവം എന്റെ കൂടെയുണ്ട്. ഞാൻ വിശ്വാസത്തിന്റെ പോരാട്ടമാണ് പോരാടുന്നത്. ഹല്ലേലൂയ. പല പ്രാവശ്യം എക്സാം എഴുതി തോറ്റെങ്കിലും ഇപ്രാവശ്യം നിങ്ങൾ പോയി എഴുതുമ്പോൾ യേശുവിനോട് പറയുന്നു, ഇപ്രാവശ്യം എന്റെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തുണയുണ്ട്, ഞാൻ എഴുതും, ഞാൻ പാസ്സാകും. വിശ്വാസത്തിന്റെ യുദ്ധം. ഹല്ലേലൂയ. നിന്റെ രക്തത്തിൽ രോഗമെങ്കിൽ എന്ന് വിധിച്ചെങ്കിൽ ആ നിമിഷം നീ പറ, ഈ രക്തം ദൈവത്തിന്റെ ആത്മാവിനാൽ ശുദ്ധീകരിക്കുകയാണ്. എന്റെ ഞരമ്പുകൾക്ക് ദൈവം ബലം തരുകയാണ്. എന്റെ വിശ്വാസത്തെ കത്തി ജ്വലിപ്പിക്കുകയാണ്.